ഹലോ ഹായ്. ആസിഫ് അലിയുടെ ഏറ്റവും പുതിയ ചിത്രം 'സർക്കിട്ടിൻ്റെ' വിശേഷങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് തമാർ കെ.വി. അതുപോലെ തന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് ആയിസ് എന്ന് തന്നെയാണ് തോന്നുന്നു. ഞാൻ അധികം എങ്ങും ആ പേര് കേട്ടിട്ടില്ല. പുതിയ ആളാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് സംഗീത് പ്രതാപ്. നമ്മുടെ പ്രേമലുവിലെ അമൽ ഡേവിസ്. അങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി പേർക്ക് അറിയാൻ പറ്റും. ഗോവിന്ദ് വസന്ത മ്യൂസിക് ചെയ്തിരിക്കുന്നു. ദീപക് പാറമേൽ അതുപോലെ തന്നെ ദിവ്യ പ്രഭ. പിന്നെ പയ്യൻ്റെ പേര് ഒരു ഒരു കുട്ടിയുണ്ട് പ്രധാന കഥാപാത്രത്തിൽ വരുന്ന ഒർഹാൻ ഐദർ. അങ്ങനെ പോകുന്നു കാസ്റ്റുകൾ. ഒരുപാട് കാസ്റ്റൊന്നുമില്ല. വളരെ ചെറിയൊരു സിനിമ. ഒരു കൊച്ചു സിനിമ. എന്നാൽ വലിയൊരു പ്രമേയം പറയുന്ന സിനിമ. അങ്ങനെ പോകുന്നു. 2 മണിക്കൂറേ ഉള്ളൂ. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ആസിഫ് അലിയുടെ ഒരു എന്താ പറയുക ഒരു ഗോൾഡൻ ഇയർ ആയിട്ട് കൂട്ടേണ്ടി വരും. ഒരു 3, 4 സിനിമകൾ വലിയ അഭിപ്രായം നേടിയ റൺ ചെയ്ത സിനിമകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് സർക്കിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിജയഗാഥ തുടരുമോ എന്നുള്ളതാണ് നോക്കുന്നത്. സിനിമ കൂടുതലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചരടിൽ കോർത്തൊരു സിനിമ. അപ്പോൾ ചരടിൽ നമ്മളിങ്ങനെ നേരെ പിടിച്ചു കഴിഞ്ഞാൽ വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉണ്ടാവില്ല, ഇറക്കവും ഉണ്ടാവില്ല. ആ ഒരു മൂഡാണ് എനിക്ക് തോന്നിയത്. ഒറ്റ ചരടിൽ പിടിച്ച സിനിമ. ഇറക്കവുമില്ല, കയറ്റവുമില്ല. അങ്ങനെ പോകുന്നൊരു സിനിമ. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു എബോവ് ആവറേജ് പരിപാടി. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. മോശമല്ല. ക്യാമറ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ് സംഗീത് പ്രതാപ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പായിട്ട് എനിക്ക് ഒരു ഇത്തിരി നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഗോവിന്ദ് വസന്തിൻ്റെ പരിപാടിയാണ്. അത് ഏഹ്, ഒരു ഫീൽ ഗുഡ് സിനിമക്ക് പിടിക്കാവുന്ന മാക്സിമം പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലത്ത് ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ വോളിയം എന്ന് വെച്ചാൽ സ്കോറിൻ്റെ വോളിയം കൂടിയത് കൊണ്ടാണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് കൂടിയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. ഒരു ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഒഴിച്ചിരുത്തി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഗോവിന്ദ് വസന്ത് ചെയ്തിട്ടുണ്ട്. ഒരു പാട്ടുള്ളത് വളരെ രസകരമായിട്ട് തോന്നി. പെർഫോമൻസിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ആസിഫ് അലി ഗംഭീരമായിട്ട് ആ ക്യാരക്ടർ തുടക്കം മുതൽ അവസാനം വരെ ആ ക്യാരക്ടറിൻ്റെ കണ്ടിന്യൂഷൻ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് ഇമോഷണൽ ഉള്ള കുറച്ച് നെട്ടോട്ടം ഓടുന്ന ഒരു ക്യാരക്ടറാണ്. സർക്കിട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, സർക്കിട്ട് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നടക്കാനിറങ്ങുന്ന ഒരു സർക്കിട്ട് എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഓട്ടമാണ്, നെട്ടോട്ടമാണ്. എന്താ പറയുക, നിസ്സഹായനായിട്ടുള്ള ഒരാളുടെ നെട്ടോട്ടമാണ് സിനിമയിൽ പറയുന്നത്. നല്ല ചൂടുണ്ട്. നമ്മൾ സ്റ്റുഡിയോയിൽ പോയില്ല. പെട്ടെന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്യണം. അപ്പോൾ നല്ല ചൂടുണ്ട്. അങ്ങനെ പോകുന്നു. പിന്നെ ദിവ്യപ്രഭ നല്ലൊരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ദീപക് പാറമേൽ. അവരാണ് കൂടുതൽ തുടക്കം കുറേ സ്പേസിൽ അവരാണ്. അവരുടെ മകനായിട്ടാണ് ആ പയ്യൻ വരുന്നത്. ആ പയ്യൻ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ തുടക്കത്തിലൊക്കെ നമുക്കിങ്ങനെ അഴുക്കച്ചക്കൻ, നമ്മുടെ ശാന്തിവിള പറയുന്ന പോലെ അഴുക്കച്ചക്കൻ എന്ന് നമുക്ക് തോന്നും. അത് തുടക്കമൊക്കെ ഭയങ്കര അസഹനീയമായിട്ട് തോന്നി. ഈ ചെക്കൻ എന്താണ് ഇങ്ങനെ? അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് തോന്നും. പിന്നെ കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരു മാനസിക പ്രശ്നം ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും. ഞാൻ കൂടുതൽ സ്പോയിലർ ആക്കുന്നില്ല. സ്പോയിലർ ആക്കാതെ തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റിങ്ങിനെ കുറിച്ചാണ് സിനിമ പറയുന്നത്. സിനിമയുടെ തുടക്കം തന്നെ ഏഹ്, ആ ഒരു ത്രെഡ്, സിനിമയുടെ പ്രധാന ത്രെഡ് തുടക്കം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കഥയിലേക്ക് പെട്ടെന്ന് തന്നെ ഇന്നാവുന്നുണ്ട്. ഒരുപാട് പരിപാടിയൊന്നും കാണിക്കുന്നില്ല. അതൊരു പ്രധാന നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പല സീനും റിപ്പീറ്റ്ലി എനിക്ക് ഫീൽ ചെയ്തു. റിപ്പീറ്റ് അടിച്ച് വരുന്ന പോലെ. എന്ന് വെച്ചാൽ ഒരു പാരന്റിങ്ങിന്റെ സംഭവം, പിന്നെ ഈ പറയുന്ന കൊച്ചു പയ്യന്റെ എന്താണ് ചെപ്പു എന്നാണ് ആ കൊച്ചിന്റെ ക്യാരക്ടർ. അപ്പോൾ ആ പയ്യന്റെ ഏഹ്, ആ ഈ ഒരു മാനസികാവസ്ഥയും പരിപാടികളൊക്കെ കാണിച്ചു തരാൻ വേണ്ടി നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പ്രേക്ഷകന് തുടക്കം തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. പിന്നെയും അത് തന്നെ റിപ്പീറ്റ്ലി ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമുക്ക് ഒരു അസഹനീയമായിട്ട് ആദ്യമൊക്കെ തോന്നിയിരുന്നു. സിനിമ 2 മണിക്കൂറുള്ളൂ. അതിലും താഴത്തെ 2 മണിക്കൂർ വേണം എന്നൊരു നിർബന്ധവുമില്ല. 1.5 മണിക്കൂറിൽ ഒരു കഥ പറയാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. ഇത് റിപ്പീറ്റ്ലി വരുമ്പോൾ ഇത്തിരി വലിയുന്നൊരു ഫീൽ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് അത് ഫസ്റ്റ് ഹാഫിലാണ്. ഇമോഷണലൊക്കെ അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ കണക്ട് ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഫ്ലാറ്റായി പോയിട്ടുമുണ്ട്. ദിവ്യപ്രഭ നന്നായിട്ടുണ്ട്. ദീപക് പാറമ്മലിൻ്റെ അവരുടെ ക്യാരക്ടറിൻ്റെ ഉള്ളിലുള്ള ഒരു ഫ്രസ്ട്രേഷനും പരിപാടിയൊക്കെ ഒരു നിസ്സഹായ അവസ്ഥയൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആസിഫ് അലി ഒരിടത്ത് നന്നായിട്ട് കണ്ണ് നിറഞ്ഞ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്ന ഒരു സീനൊക്കെയാണ്. അത് ഗംഭീരമായിട്ട് എനിക്ക് തോന്നി. ആ സമയത്തൊക്കെ ഈ ചരട് പിടിച്ചത് ഒരല്പം മുകളിലോട്ട് കേറിയിട്ട് പിന്നെ ഇങ്ങനെ തന്നെ പോകുന്ന ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ടോട്ടലി ആഹ്, ഈ പാരന്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇത്തിരി പണിപ്പെടുന്ന ഒരു പരിപാടിയാണ്. അത് ആ സിനിമയിൽ നമുക്ക് വളരെ ഗംഭീരമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അത്തരത്തിലുള്ള സിനിമകൾ വളരെ കുറവാണ് ഇറങ്ങുന്നത്. പാരന്റിങ്ങിന്റെ ഒരു ബുദ്ധിമുട്ടും അതിൻ്റെ
ഒരു ഡെപ്തും കാണിച്ചു തരുന്ന ഒരു സിനിമ. ഇത് നന്നായിട്ട് ഇൻറ്റൻസീവായിട്ട് തന്നെ ആ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. വ്യക്തിയെ ബിൽഡ് ചെയ്യുന്നതിന് കുട്ടിക്കാലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതനുസരിച്ചിരിക്കും അത് ആ ഒരു വ്യക്തി ഒരു സോഷ്യലി ബിൽഡായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്ത് വളരെ രസകരമായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫീൽ ഗുഡ് സിനിമകൾ കാണുന്നവർക്ക് കൂടുതൽ ഇഷ്ടമാവും. എന്നാൽ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് മാത്രം നോക്കി പോകുന്നവർക്ക് എത്രത്തോളം ഈ സിനിമ ദഹിക്കുമെന്ന് എനിക്കറിയില്ല. വാവ് ഫാക്ടർ ഒന്നും തോന്നിയില്ല. എന്നൊരു ആവറേജ് അല്ലെങ്കിൽ തൊട്ട് എബോവ് ആവറേജ് അങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് തോന്നിയ ഒരു സിനിമയാണ്. പെർഫോമൻസ് കൊണ്ട് മാത്രം കുറച്ചും കൂടി ഹൈ തരുന്ന ഒരു സിനിമ, അത്രയേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മോശമല്ല. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ.